ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആർക്കിടെക്ചർ ആസ്പിറൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്കെയിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഈസ് ഫെബിൻ, ആർക്കിടെക്ചർ ലീഡ് ഫാക്കൽറ്റി അറ്റ് തിങ്ക്. റീസെൻറ്റ് ഇയേഴ്സിലെ JBR പേപ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ സ്കെയിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല സ്കെയിലുകൾ വരുന്നുണ്ടാവും. ഫിഷിൻ്റെ സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ റൂളർ സ്കെയിൽ ഉണ്ട്. ബട്ട് അതൊന്നും അല്ല നമ്മുടെ സ്കെയിൽ. നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് ഈസ് റിലേറ്റീവ് സൈസ് ഓഫ് എലമെൻറ്റ്സ്. സോ എന്താണ് സ്കെയിൽ നമുക്ക് നോക്കാം. സ്കെയിൽ എന്ന് പറയുന്നത് ദ റിലേറ്റീവ് സൈസ് ഓഫ് എൻ എലമെൻറ്റ് വെൻ കമ്പയർഡ് ടു അനദർ എലമെൻറ്റ്. അതായത് ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഈ റിങ് എൻ്റെ വാച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് സ്കെയിൽ. ആർക്കിടെക്ചറിൽ സ്കെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്: ഹ്യൂമൻ സ്കെയിൽ ആൻഡ് മോണിമെൻ്റൽ സ്കെയിൽ. ഹ്യൂമൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ എ സ്കെയിൽ ഇൻ വിച്ച് ദി സൈസ് ഓഫ് സ്പേസസ് ആൻഡ് എലമെൻറ്റ്സ് റിലേറ്റ്സ് കംഫർട്ടബിളി ടു ഹ്യൂമൻ പ്രപ്പോർഷൻസ്. അതായത് ഹ്യൂമൻ പ്രപ്പോർഷൻസിന് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സ്പേസ് ഡിസൈൻ ചെയ്യുന്നതാണ് ഹ്യൂമൻ സ്കെയിൽ എന്ന് പറയുന്നത്. മോണിമെൻ്റൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ പ്രപ്പോർഷൻസ് അല്ല കൺസിഡർ ചെയ്യുന്നത്. അതായത് ആക്ച്വൽ പ്രപ്പോർഷൻസിനേക്കാളും ലാർജർ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ പ്രപ്പോർഷൻസിനേക്കാളും ലാർജർ പ്രപ്പോർഷൻസിൽ നമ്മൾ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുന്നതാണ് മോണിമെൻ്റൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. താജ്മഹലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മോണിമെൻ്റൽ സ്കെയിലിന് എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആർച്ചസ് യൂഷ്വലി നമ്മൾ 7 ഫീറ്റ്സ് അല്ലെങ്കിൽ 8 ഫീറ്റ്സ് ഒക്കെയാണ് ആർച്ചസിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് കമ്പയർ ടു ഹ്യൂമൻ പ്രപ്പോർഷൻസ്. ബിക്കോസ് 5 to 6 ഫീറ്റ്സ് ആയിരിക്കും ഒരു ഹ്യൂമൻ ഫിഗറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ താജ്മഹലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാർജർ സൈസാണ് ആർച്ചസിന് കൊടുത്തിട്ടുള്ളത് ടു ക്രിയേറ്റ് ഒരു മാസീവ് അപ്പീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമ്മൾ സാധാരണ ഒരു ഇൻറ്റീരിയർ സ്പേസ് അല്ലെങ്കിൽ ഒരു വീടൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ പ്രപ്പോർഷൻസ് ആണ് കൺസിഡർ ചെയ്യുക. ബിക്കോസ് അവിടെ എർഗണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ കംഫർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഫർണിച്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഏതൊരു ഡിസൈൻ സ്പേസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഹ്യൂമൻ സ്കെയിലാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് കിടക്കാം: റിഡക്ഷൻ സ്കെയിൽ. റിഡക്ഷൻ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ആക്ച്വൽ സൈസിനേക്കാളും അതിനെ ചെറുതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഡക്ഷൻ സ്കെയിൽ എന്ന് പറയാം. റിഡക്ഷൻ ആൻഡ് എൻലാർജ്മെൻറ്റ്. എൻലാർജ്മെൻറ്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിനെ വലുതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡക്ഷൻ സ്കെയിലിനെ പറ്റിയിട്ടാണ്. കാരണം ആർക്കിടെക്ചറിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് റിഡക്ഷൻ സ്കെയിലാണ്. അതായത് നമുക്കൊരിക്കലും ഒരു ബിൽഡിങ്ങിൻ്റെ ആക്ച്വൽ സൈസിൽ അതിൻ്റെ പ്ലാൻ വരക്കാൻ പറ്റില്ല. നമ്മളൊരു പേപ്പറിലാണ് വരക്കുന്നത്, അല്ലേ, ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആക്ച്വൽ സൈസിലല്ലല്ലോ ഉണ്ടാക്കുന്നത്, ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്ച്വൽ സൈസിനേക്കാളും ചെറുതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, റിഡക്ഷൻ സ്കെയിൽ എന്ന് പറയാം. അപ്പോൾ റിഡക്ഷൻ സ്കെയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് റേഷ്യോയിലാണ്. ഓക്കെ, അതായത് എയ്തർ 1:100 എന്ന് പറയുന്ന പോലെ 1:200 എന്നൊക്കെ പറയുന്ന പോലെ റേഷ്യോയിൽ നിങ്ങൾ മാപ്പൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ മാപ്പിലൊക്കെ കാണാൻ പറ്റും 1:1000, 1:2000. അത് സ്കെയിലാണ് കാണിക്കുന്നത്. ഒരു ഫ്രാക്ഷനിൽ പറയാം 1/100, 1/1000 അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1:100 എന്ന് പറയുന്നത് ഡ്രോയിങ്ങിൽ കാണുന്ന സൈസ്. ഡ്രോയിങ്ങിൽ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി 100 സെൻറ്റിമീറ്റേഴ്സ്. 1:100. അതായത് ഡ്രോയിങ്ങിൽ നിങ്ങൾ ഒരു 1 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1:100 സ്കെയിലാണ് യൂസ് ചെയ്തതെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാലിറ്റിയിൽ അത് 100 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് 1 മീറ്റർ. ഓക്കെ, സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റൂം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ ഒരു റൂം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ റൂമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 meters ആണ്. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 meters ആണ് ആൻഡ് വിഡ്ത്ത് 2 meters ആണ്. ഓക്കെ, ആൻഡ് ഇതിനെ ഞാൻ 1:100 ഒരു പേപ്പറിൽ വരക്കാൻ പോവാണ്. ഇത് ആക്ച്വൽ മെഷർമെൻ്റ് ആണ്, ഒരു റൂമിൻ്റെ സൈസാണ് 3 meters by 2 meters. ഇതിനെ ഞാൻ 1:100 എന്ന് പറയുമ്പോൾ അതിനെ 100 times ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. അതായത് ഡ്രോയിങ്ങിൽ 1 = 100. ഓക്കെ, സോ 100 times ചെറുതാക്കി വരക്കുമ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലാണ് വരക്കുക. 3 meters എന്ന് പറയുന്നത് നമുക്ക് 300 centimeters എന്ന് എഴുതാം, അല്ലേ. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 centimeters ആണ്. സോ 3 meters = 300 centimeters. ഓക്കെ, ഡിവൈഡ് ബൈ 100 ചെയ്യാം. സോ നമുക്ക് കിട്ടും 3 centimeter. അതുപോലെ തന്നെ 2 meters എന്ന് പറയുന്നത് 200 centimeters ആണ്. ഓക്കെ, അതിനെയും ഡിവൈഡ് ബൈ 100 ചെയ്യുക, വിൽ ഗെറ്റ് 2 centimeters. സോ 3 meters by 2 meters സൈസ് വരുന്ന ഒരു റൂം നമ്മൾ 1:100 റേഷ്യോയിൽ വരച്ചു കഴിഞ്ഞാൽ ആ റൂമിൻ്റെ പേപ്പറിലുള്ള സൈസ് എന്ന് പറയുന്നത് 3 centimeter by 2 centimeter ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ.
ഇതിൽ പ്ലാനിൽ കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫീറ്റിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ മെഷർമെൻറ്റ്സ് ആണ്. പക്ഷേ നമ്മളിത് വരക്കുന്നത് ആ ആക്ച്വൽ മെഷർമെൻറ്റിലല്ല, സ്കെയിൽ ഡൗൺ ചെയ്തിട്ടാണ് വരക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഫിസിക്കൽ മോഡൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആക്ച്വൽ മെഷർമെൻറ്റിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മേ ബി ഈ ഒരു ഹൈറ്റ് നമ്മൾ 3 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, ബട്ട് റിയാലിറ്റിയിൽ ഇറ്റ് ഈസ് 3 മീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ പറ്റില്ല, നമ്മളൊരു കോമൺ പാരാമീറ്റർ വെച്ചിട്ടാണ് എടുക്കുക, ആൻഡ് അതിനാണ് നമ്മൾ വിളിക്കുന്ന സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. റീസെൻ്റ് ആയിട്ടുള്ള JBRK എക്സാംസിന് സ്കെയിൽ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേ പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും അബൌട്ട് സ്കെയിൽ. യെസ്, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് യു ഹാവ് ടു ഡ്രോ എ പ്ലാൻ ഓഫ് എ ബിൽഡിംഗ് ഇൻ ദ സ്മോളസ്റ്റ് സൈസ് ദാൻ ദി ആക്ച്വൽ സൈസ്, വിച്ച് സ്കെയിൽ വിൽ യു സെലക്ട്? അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ നമുക്ക് വരക്കണം, ആൻഡ് അത് റിയൽ സൈസ് അല്ല, സൈസ് ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. കാരണം ഒരിക്കലും വലുതാക്കി വരക്കാൻ പോസിബിൾ അല്ല. ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്, അത്രയും വലിയ പേപ്പറൊന്നും നമുക്ക് അവൈലബിൾ അല്ല. സോ ചെറുതാക്കിയിട്ട് വരക്കാനാണെങ്കിൽ നിങ്ങൾ ഏത് സ്കെയിലായിരിക്കും യൂസ് ചെയ്യുക? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ യെസ്, 1:1 എന്ന് പറയുന്ന ഓപ്ഷൻ, 1:1 റെപ്രസെൻ്റ് ചെയ്യുന്നത് റിയൽ സൈസിൽ വരക്കുന്നതിനാണ്. അതായത് ഒരു എലമെൻറ്റിനെ അതിൻ്റെ അതേ സൈസിൽ വരക്കുന്നതിനാണ് നമ്മൾ 1:1 സ്കെയിൽ യൂസ് ചെയ്യുക. അതായത് 1 മീറ്റർ സൈസുള്ള ഒരു പാത്ത് വേ ആണ് നിങ്ങൾ വരക്കുന്നതെങ്കിൽ അത് നിങ്ങൾ വരക്കുന്നത് 1 മീറ്ററിൽ തന്നെ ആയിരിക്കും, സെയിം സൈസിലാണ് വരക്കുന്നത്. ദാറ്റ് ഈസ് 1:1 സ്കെയിൽ. ഓക്കെ, ദെൻ 1:50 എന്ന് പറയുമ്പോൾ നിങ്ങൾ വരക്കുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് റിയാലിറ്റിയിൽ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ നിങ്ങൾ വരക്കുന്ന സമയത്ത് ഇപ്പോൾ 1 മീറ്റർ സൈസുള്ള ഒരു പാത്ത് വേ നിങ്ങൾ 1:50 വരക്കുമ്പോൾ നിങ്ങളതിനെ 50 ടൈംസ്, 1 മീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 100 സെൻറ്റിമീറ്റേഴ്സ്, അതിനെ 50 ടൈംസ് ചെറുതാക്കിയിട്ടാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വരുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ നിങ്ങൾ 1 മീറ്റർ സൈസുള്ളൊരു പാത്ത് വേനെ 1:50 വരക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ വരക്കുന്ന ഡ്രോയിങ്ങിൻ്റെ സൈസ് 2 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ 10:1 എന്ന് പറയുമ്പോൾ എൻലാർജ്മെൻറ്റ് സ്കെയിലാണ്. റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വാല്യൂ വലുതാണെങ്കിൽ ദാറ്റ് ഈസ് എൻലാർജ്മെൻറ്റ് സ്കെയിൽ. അതായത് ആക്ച്വൽ സൈസിനേക്കാളും 10 ടൈംസ് ലാർജർ ആക്കിയിട്ടാണ് നിങ്ങൾ വരക്കുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ്ങിൽ 10 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് റിയാലിറ്റിയിൽ 1 ആണ്, വിച്ച് മീൻസ് 10 ടൈംസ് റിയാലിറ്റിയിൽ ചെറുതാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു റൂളർ നിങ്ങൾ നോക്കിയിട്ട് വരക്കുകയാണ്, ബട്ട് നിങ്ങൾ കുറച്ച് വലുതാക്കിയിട്ടാണ് വരക്കുന്നത്. നിങ്ങൾ 10:1 എന്ന് പറയുന്ന ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് വരക്കുന്നതെങ്കിൽ 10 സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു റൂളർ നിങ്ങൾ വരക്കുമ്പോൾ 100 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും. 10 ടൈംസ് ലാർജർ ആക്കിയിട്ടാണ് വരക്കുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ 1:100 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ടൈംസ് ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്, റിഡക്ഷൻ സ്കെയിലാണ്. ഓക്കെ, അതായത് 1 മീറ്റർ സൈസ് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാത്ത് വേനെ 1:100 വരക്കുമ്പോൾ നമ്മളതിനെ സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു, ഡിവൈഡ് ബൈ 100. സോ അത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന അളവ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് യു ഹാവ് ടു ഡ്രോ പ്ലാൻ ഓഫ് എ ബിൽഡിംഗ് ഇൻ ദി സ്മോളസ്റ്റ് സൈസ് ദാൻ ദി ആക്ച്വൽ സൈസ്, വിച്ച് സ്കെയിൽ വിൽ യു സെലക്ട്? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തതിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഏതാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. സോ 1:100 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതായത് 1:50 എന്ന് പറയുമ്പോൾ 50 ടൈംസ് ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. 1:100 എന്ന് പറയുമ്പോൾ നമ്മൾ 100 ടൈംസ് ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. 1:1 എന്ന് പറയുമ്പോൾ ഈക്വൽ സൈസ് ആണ്. 10:1 എന്ന് പറയുമ്പോൾ 10 ടൈംസ് ലാർജർ ആക്കിയിട്ടാണ് വരക്കുന്നത്. സോ ഏറ്റവും റെഡ്യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത്, റിഡക്ഷൻ സ്കെയിൽ എന്ന് പറയുന്നത് 1:100 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്യാം. In an architecture drawing, a 7.5 meters long wall is represented as 3 centimeters. What is the scale used? അതായത് ഒരു ഡ്രോയിങ്ങിൽ 7.5 മീറ്റർ നീളമുള്ള ഒരു വാളിനെ 3 സെൻറ്റിമീറ്റർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അവിടെ യൂസ് ചെയ്ത സ്കെയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ 1:250 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് 1:250 എന്ന് പറയുന്ന ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് 7.5 മീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ഡ്രോയിങ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 7.5 ഇൻറ്റു 100, ബിക്കോസ് 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, സോ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? 750 സെൻറ്റിമീറ്റേഴ്സ്.
ഓക്കെ, 750 സെൻറ്റിമീറ്റേഴ്സ് ആണ് ആ വാളിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി നമ്മൾ വരച്ചത്, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിവൈഡ് ബൈ, ഇപ്പോൾ 1:100 ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ഡ്രോയിങ്ങിൻ്റെ സൈസ് കിട്ടും. ഇത് നമുക്ക് തിരിച്ചും ചിന്തിക്കാം. സോ ആക്ച്വൽ ലെങ്ത്തിനെ ഡിവൈഡ് ബൈ ഡ്രോയിങ്ങിൻ്റെ ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത സ്കെയിൽ കിട്ടും. അതായത് 750 സെൻറ്റിമീറ്റർ ആണ് ആ വാളിൻ്റെ ആക്ച്വൽ ലെങ്ത്. നമ്മൾ വരച്ച ലെങ്ത് എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 750 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 3 സെൻറ്റിമീറ്റർ എത്രയാണ് കിട്ടുന്നത്? 250 ആണ് കിട്ടുന്നത്. അതായത് ആ ആക്ച്വൽ വാളിനെ നമ്മൾ 250 ടൈംസ് ചെറുതാക്കിയിട്ടാണ് ഇതിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, അതിനർത്ഥം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത് 1:250 ആണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദി സ്കെയിൽ 20:1 റെപ്രസെൻറ്റ്സ് എൻ എൻലാർജ്മെൻറ്റ് ഡ്രോയിങ് സ്കെയിൽ ഓഫ് ദി ആക്ച്വൽ ഒബ്ജക്റ്റ്. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ, എന്താണ് എൻലാർജ്മെൻറ്റ് സ്കെയിൽ? ആക്ച്വൽ സൈസിനേക്കാളും വലുതാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് എൻലാർജ്മെൻറ്റ് സ്കെയിലാണ് 20:1 എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് if a square land of 100 square meters is drawn on a paper in a scale of 1:100, the area of the land on the paper will be 100 square centimeters. അതായത് 100 സ്ക്വയർ മീറ്റർ വരുന്ന ഒരു ലാൻഡ് നമ്മളൊരു പേപ്പറിൽ വരച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തത് 1:100 എന്ന് പറയുന്ന സ്കെയിലാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ വരച്ച ഡ്രോയിങ്ങിലുള്ള ആ ലാൻഡിൻ്റെ ഏരിയ 100 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് 20:1 എന്ന് പറയുന്ന സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വാല്യൂ ആണ് വലുതെങ്കിൽ അത് എൻലാർജ്മെൻറ്റ് സ്കെയിലാണ്. നമുക്ക് ഒരുപാട് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു 1:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സൈസിൽ തന്നെയാണ് നമ്മൾ വരക്കുന്നത്. 1:, എനി വാല്യൂ മോർ ദാൻ 1, 1:2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഹാഫായിട്ട് ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. 1:100 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100 ടൈംസ് ചെറുതാക്കിയിട്ടാണ് വരക്കുന്നത്. സോ റിഡക്ഷൻ സ്കെയിലാണ്. ഇനി ഫസ്റ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ 2:1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഡബിൾ സൈസിലാണ് വരക്കുന്നത്. ബിക്കോസ് ആക്ച്വൽ സൈസ് ഇൻ ദി ഡ്രോയിങ് ഈസ് 2 ആണ്. ഡ്രോയിങ്ങിലെ സൈസ് 2 ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ സൈസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വാല്യൂ ആണ് കൂടുതൽ. 20:1 എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് എൻലാർജ്മെൻറ്റ് സ്കെയിലാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാൽക്കുലേഷൻ ആണ്. സോ അത് അവർ പറയുന്ന കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് 100 സ്ക്വയർ മീറ്റേഴ്സ് വരുന്ന ഒരു 100 സ്ക്വയർ മീറ്റേഴ്സ് വരുന്ന ഒരു ലാൻഡിനെ 1:100 നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏരിയ 100 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. ചെയ്ത് നോക്കാം. സോ 100 സ്ക്വയർ മീറ്റേഴ്സ് വരുന്ന ഒരു സ്ക്വയർ ലാൻഡിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? സ്ക്വയർ ലാൻഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, സ്ക്വയർ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു സൈഡ് 10 മീറ്റേഴ്സ് ആയിരിക്കും അല്ലേ? സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് സ്ക്വയർ ആണ്. സോ 10 × 10 ആണ് 100 സ്ക്വയർ മീറ്റേഴ്സ്. സോ 10 മീറ്റേഴ്സ് ആയിരിക്കും ഒരു സൈഡ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൈഡിനെയാണ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഏരിയനെ ഡയറക്റ്റ് സ്കെയിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ ലെങ്ത്തിനെയാണ് സ്കെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു 10 മീറ്റേഴ്സ് എന്ന് പറയുന്ന സൈഡിനെ നമ്മൾ സ്കെയിൽ ചെയ്യാണ്. 1:100 സ്കെയിൽ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ 1:100 സ്കെയിൽ ചെയ്യുമ്പോൾ 10 മീറ്റേഴ്സ് ബൈ 100 അങ്ങനെയാണ് നമ്മൾ വരക്കുക. ഓക്കെ, ഇപ്പോൾ മീറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 1000 സെൻറ്റിമീറ്റേഴ്സ് ബൈ 100. ഓക്കെ, സോ 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. അതായത് 10 മീറ്റർ സൈഡ് വരുന്ന ഒരു ലാൻഡ് 1:100 വരയ്ക്കുമ്പോൾ നമുക്ക് 10 സെൻറ്റിമീറ്റർ ആണ് സൈസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പേപ്പറിൽ വരച്ച ഡ്രോയിങ്ങിൻ്റെ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്, മറ്റേ സൈഡും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. സ്ക്വയർ ലാൻഡ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ എന്തായിരിക്കും? 10 × 10 100 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? 100 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആർ കറക്റ്റ്. ഇപ്പോൾ പൊതുവെ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് JBRK എക്സാംസിന് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അത് ഏത് ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് ഓപ്ഷൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. A model of a monument is made using a scale of 1:200.
ഇഫ് ദി ആക്ച്വൽ ഹൈറ്റ് ഓഫ് ദി മോണുമെൻറ്റ് ഈസ് 100 meters, വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് മോഡൽ? അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു മോണുമെൻറ്റ്, ആ മോണുമെൻറ്റിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1:200 എന്ന് പറയുന്ന ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ആ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഉണ്ടാക്കിയ മോഡലിൻ്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വൽ മോണുമെൻറ്റിൻ്റെ ഹൈറ്റ് 100 meter ആണ്. 100 meter ഹൈറ്റുള്ള ഒരു മോണുമെൻറ്റ് 1:200 സ്കെയിലിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയ മോഡലിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ മോണുമെൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 meters ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ മീറ്റേഴ്സിലും സെൻറ്റിമീറ്ററിലൊക്കെ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണോ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണോ കൺഫ്യൂഷൻ ആയിരിക്കും. സോ മീറ്ററിൽ തന്നെ കിടന്നോട്ടെ. നേരത്തെ ഞാൻ സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തത് ഓപ്ഷൻസിൽ സെൻറ്റിമീറ്റേഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിതിന് മീറ്ററിൽ തന്നെ ചെയ്യാം. 100 ആണ് ആക്ച്വൽ അതിൻ്റെ സൈസ്. സ്കെയിൽ എന്ന് പറയുന്നത് 1:200 ആണ്. അപ്പോൾ നമ്മൾ 200 times ചെറുതാക്കിയിട്ടാണ് മോഡൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ബൈ 200 ചെയ്യണം. 100 metersനെ ഡിവൈഡ് ബൈ 200. ഓക്കെ, അത്രയായിരിക്കും ആ മോഡലിൻ്റെ ഹൈറ്റ് വരിക. സോ 100/200 എന്ന് പറയുമ്പോൾ ഹാഫ് ആണ് അല്ലേ, 1/2, ഹാഫ് മീറ്റേഴ്സ്. ഹാഫ് മീറ്റേഴ്സ് ആയിരിക്കും ഹൈറ്റ്. സിമ്പിൾ. സോ ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 1 meter, 0.5 meters, 5 centimeters, 2 meter. സോ ഓപ്ഷൻ ബി 0.5 meters ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് സ്കെയിൽ എന്നൊരു പിടി കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ JBRക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. സോ ആർക്കിടെക്ചർ ആസ്പിരൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. അണ്ടിൽ ദെൻ ഇറ്റ്സ് ഫെബിൻ സൈനിങ് ഓഫ്.